കണ്ണൂർ സ്വദേശിയാണ്. 40 കൊല്ലമായി തിരുവനന്തപുരത്തുണ്ട്. ഇന്നിപ്പോൾ അതേ തിരുവനന്തപുരത്തിൻ്റെ പ്രതിനിധിയായി മത്സരിക്കുകയാണ്. ഇന്ന് നാട്ടുകാർക്കും പാർട്ടി പ്രവർത്തകർക്കും അദ്ദേഹം രവിയേട്ടനുമാണ്, സഖാവ് പന്ന്യനുമൊക്കെയാണ്. കട്ടൻ തീർന്നതോടുകൂടിയേ രാഷ്ട്രീയ ചർച്ചയും പുരോഗമിച്ച് രാവിലത്തെ ഒരു പരിപാടി കഴിഞ്ഞു തോന്നുന്നു അല്ലേ? ചായ കുടിച്ച്, കട്ടൻ ചായ കുടിച്ച്. ഇനി അവിടെ കൊണ്ടുപോയി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഒരു കഷ്ണം എടുത്ത പുട്ടും പിന്നെ ഒരു റോബസ്റ്റ പഴമുണ്ട്, അതവിടെ ഉണ്ട്. അപ്പോൾ അതോടുകൂടി ഇന്ന് രാവിലത്തെ മതി. അത് ഈ ഇലക്ഷൻ ആയപ്പോൾ ഒരു കാര്യം ഇപ്പോൾ ബോധ്യമായി. രാവിലെ ഇതുമായിട്ട് കയറിയാൽ പിന്നെ ഉച്ചയ്ക്ക് എത്ര മണിക്ക് കഴിയുന്നതിനകത്ത് അത്രയും സമയത്തേക്കുള്ള ഊർജ്ജം അതുണ്ട്. ഈ തിരുവനന്തപുരത്തേക്ക് വരുമ്പം പലരും പറഞ്ഞെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്താണ് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഒന്നുമല്ല. തിരുവനന്തപുരത്തുകാർ കാണിക്കുന്ന സൗഹൃദം, അവർ ഉള്ളിൽ തട്ടിയ സ്നേഹം, ആ സ്നേഹമൊക്കെ എനിക്ക് പൂർണ്ണമായിട്ട് അനുഭവിക്കാൻ കഴിഞ്ഞ ഈ കാലത്തിനിടയ്ക്ക്. ഇപ്പോൾ എന്നും വരുന്ന സഖാവ് മത്സരിക്കുമ്പോൾ ഉണ്ടായ വ്യത്യാസം എന്താ? മനസ്സിനെന്താ തോന്നിയത്? വളരെ സന്തോഷമുണ്ട്. നമ്മൾ രവിയേട്ടൻ ഇന്ന് കാണാൻ തുടങ്ങില്ല, മുംബൈയുള്ള പരിചയമാണ്, നാട്ടുകാരാണ്, അങ്ങനെയുള്ള പരിചയം. നേരിട്ട് അറിയിച്ചു ആശംസ? നേരിട്ട് അറിയിക്കും. സ്ഥിരം കാണുന്നതല്ലേ, എപ്പോഴും സ്ഥിരമായി കാണുന്നതല്ലേ. ഒരു വിഷു കടന്നു ഈ തിരക്കിനിടയിൽ. വിഷു എങ്ങനെ ഉണ്ടായിരുന്നു? സാധാരണ എല്ലാ വിഷുവിനും എനിക്ക് പിന്നെ വിഷു കൈനീട്ടം അമ്മയാ തരുമോ ചെറുപ്പകാലത്ത്. അമ്മ തരും. പിന്നെ അമ്മയുടെ മരണം 84 അമ്മ മരിച്ചു. പിന്നെ എൻ്റെ ഭാര്യ എടുത്തു വെക്കും, വന്നിട്ട് രാവിലെ ഭാര്യ തരും. ഇത്തവണ വിഷു കൈനീട്ടമില്ല. സദ്യ കഴിക്കാൻ പറ്റിയിരുന്നോ? ഇല്ല, സദ്യയില്ല. സദ്യേൻ്റെ കാര്യത്തിൽ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഇപ്പം പിന്നെ ഓണത്തിനും വിഷുവിനും വലിയ സദ്യ കഴിക്കണമെന്നൊന്നുമില്ല. നമുക്ക് ഇതില്ലാതെയും കഴിഞ്ഞു കൂടിയിട്ടുണ്ടല്ലോ. കുടുംബം എന്നൊരു ഫീൽ അല്ലെങ്കിൽ കുടുംബം എന്നൊരു തോന്നൽ ദിവസേന വിളിക്കും. ഞാൻ ദിവസേന 3 തവണ വിളിക്കും. രാവിലെ വിളിക്കും, ഉച്ചയ്ക്ക് എങ്ങനെയെങ്കിലും സമയം ഉണ്ടാക്കി വിളിക്കും, രാത്രി വിളിക്കും. ആ 3 വിളി നമ്മൾ വെളിയിൽ പരസ്പരം അറിയും. പിന്നെ അവൾ ഇത്രയും കാലമായിട്ട് എൻ്റെ കൂടെയുള്ളതല്ലേ, എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പിന്നെ വിഷയങ്ങളും അവൾ അറിയുന്നല്ലേ. ഇവിടെയുള്ളവർ എത്രമാത്രം കരുത്തായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലുടനീളം? തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉടനീളം നമ്മുടെ പ്രവർത്തകന്മാർ കാല് കയറാൻ തന്നെ, സ്റ്റെപ്പ് കയറാൻ തന്നെ പറ്റാത്തൊരു പരുവം. അപ്പോൾ ആ പരുവത്തിൽ നമ്മുടെ സഖാക്കൾ, എൻ്റെ കൂടെ വന്ന സഖാക്കൾ, അവർ എൻ്റെ കൈപിടിക്കാനും കയറ്റാനും ഒക്കെ ഉണ്ടായിരുന്നു. കാരണം ഇതൊരു ഒരു വലിയ യജ്ഞമല്ലേ. രവിയേട്ടൻ്റെ സാരഥിയാണ്. എനിക്ക് ആദ്യം കണ്ടപ്പോൾ വളരെ അത്ഭുതവും വളരെ ആരാധനയുമാണ്. പിന്നെ ഇപ്പം കുടുംബത്തിലൊരു അംഗം, എൻ്റെ സ്വന്തം ഇതായിട്ട് എനിക്ക് അത്രയും അടുപ്പമായിട്ട് തോന്നി. വേറെ അകൽച്ച തോന്നിയിട്ടില്ല. എന്തും കൂടെ തുറന്ന് സംസാരിക്കാം. പുള്ളിയുടെ പ്രത്യേക കഴിവാണ്. എല്ലാവരുമായിട്ട് നല്ലൊരു ആത്മബന്ധം പുലർത്തുന്നൊരു സഖാവാണ് പന്ന്യൻ സാർ, രവിയേട്ടൻ. നമ്മളെല്ലാം അതുകൊണ്ടാണ് സ്നേഹമായിട്ട് നമ്മൾ രവിയേട്ടാന്ന് തന്നെ നമ്മൾ വിളിക്കുന്നത്. 2005 ആവർത്തിക്കുമെന്ന് പ്രതീക്ഷയുണ്ടോ? തീർച്ചയായും 2005-നേക്കാളും കൂടുതൽ നമ്മൾ മുമ്പോട്ട് പോകുന്ന എൻ്റെ പ്രതീക്ഷ. പ്രതീക്ഷയിലാണ്. വലിയ പ്രതീക്ഷ. ഓക്കെ, വളരെ സന്തോഷം. സുഹിത മസ്രപ്പം, രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.